യേശു ക്രിസ്തുവിലേറെ സ്നേഹമുള്ളവരെ, നമ്മൾ മംഗളവാർത്ത കാലത്തിലൂടെ സഞ്ചരിക്കുകയാണല്ലോ. നമുക്കറിയാം, മംഗളവാർത്ത കാലത്തിലൂടെയുള്ള ഈ സഞ്ചാരം ചെന്ന് അവസാനിക്കുന്നത് പിറവി തിരുനാളിലാണ്. ലോകം കാത്തിരിക്കുന്ന രക്ഷകന്റെ ജനന തിരുനാളിലേക്കാണ് നമ്മുടെ ഈ യാത്ര നീങ്ങുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തില് നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ യോസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയും കൂടി യാത്ര ചെയ്യുന്നത്. അവരുടെ ആ ക്രിസ്തുവിന്റെ ജനനത്തിന് വേണ്ടിയുള്ള അവരുടെ യാത്ര അത്ര എളുപ്പമായിരുന്ന ഒരു യാത്രയായിരുന്നില്ല. ദുരിതം പിടിച്ച, വേദനകൾ നിറഞ്ഞ, ദീർഘനാൾ നീണ്ട ഒരു യാത്രയായിരുന്നു അവരുടെ യാത്ര. പക്ഷേ യോസേപ്പ് പിതാവിനും മാതാവിനും അറിയാമായിരുന്നു, തങ്ങളുടെ ഈ യാത്ര, ബെത്ലഹേമിലേക്കുള്ള ഈ യാത്ര ദുരിതം പിടിച്ചതാണെങ്കിലും വേദന നിറഞ്ഞതാണെങ്കിലും അത് ചെന്ന് എത്താൻ പോകുന്നത് ബെത്ലഹേമിലെ പുൽക്കൂട്ടിലേക്കാണ്. രക്ഷകന്റെ, ലോകം കാത്തിരിക്കുന്ന രക്ഷകന്റെ ജനനത്തിലേക്കാണ് അവരുടെ ഈ യാത്ര എന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവരുടെ മുമ്പിൽ വന്ന എല്ലാ തടസ്സങ്ങളെയും, എല്ലാ ബുദ്ധിമുട്ടുകളെയും, ക്ലേശങ്ങളെയും സന്തോഷത്തോടുകൂടി ഏറ്റെടുത്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസേപ്പ് പിതാവും യാത്ര ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ മംഗളവാർത്ത കാലത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും നമുക്കും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും കൈപിടിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. 25 ദിവസത്തെ യാത്ര അത്ര സുഖകരമായ ഒരു യാത്രയല്ല. അവിടെ ദുരിതങ്ങളുണ്ടാകാം, ദുഃഖങ്ങളുണ്ടാകാം, വേദനകളുണ്ടാകാം. പക്ഷേ ത്യാഗപൂർണമായ ഈ യാത്രയ്ക്ക് ഒടുവിൽ 25 ദിവസം നമ്മൾ ചെന്നെത്താൻ പോകുന്നത് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിലേക്കാണ്. അപ്പോഴാണ് ഹൃദയത്തില് ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവുക. ക്രിസ്തുവിന് വേണ്ടി ഏറ്റെടുക്കുന്ന ഈ ത്യാഗങ്ങളും ഈ സഹനങ്ങളും ദുരിതങ്ങളും ഒക്കെ നമുക്ക് ലോകത്തിന്റെ നന്മയ്ക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ ഏറ്റവും സുന്ദരകരമായ, സന്തോഷകരമായ, അനുഗ്രഹപ്രദമായ ഒരു ക്രിസ്മസ് ആഘോഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. കടന്നു വരുന്ന ക്രിസ്മസിന് അഡ്വാൻസ് ആയിട്ട് തന്നെ എല്ലാവർക്കും ഒരു നല്ല ക്രിസ്മസിന്റെ ആശംസകൾ നേരുന്നു. ഹാപ്പി ക്രിസ്മസ്. ഉണ്ണീശോ നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.